സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. സരത് സി ഏവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പുതിയ സാങ്കേതികവിദ്യയെക്കുറിച്ച് സംസാരിക്കാനാണ്. പുതിയ ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിൻ സെറ്റ്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് പരിസ്ഥിതി സൗഹൃദമായ ഒരു ഭാവിയിലേക്കുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വലിയ കാൽവയ്പാണ് ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ. കാർബൺ ബഹിർഗമനമില്ലാത്ത തികച്ചും ഹരിത ഊർജത്തിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിനുകൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ നിർണായകമായ ഒരു പങ്കുവഹിക്കാൻ സാധിക്കും. സാധാരണയായി ഒരു ട്രെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഡീസൽ എഞ്ചിനുകളോ വൈദ്യുതി ലൈനുകളോ ഉപയോഗിച്ചാണ് ട്രെയിനുകൾ ഓടുന്നത്. എന്നാൽ ഹൈഡ്രജൻ ട്രെയിനുകൾ ഈ പരമ്പരാഗത രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇത് പ്രവർത്തിക്കുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിന്റെ അടിസ്ഥാന തത്വം വളരെ ലളിതമാണ്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഹൈഡ്രജൻ ഇന്ധനം ടാങ്കുകളിൽ നിറച്ചിരിക്കും. ഈ ഹൈഡ്രജൻ വായുവിലെ ഓക്സിജനുമായി ഒരു ഇലക്ട്രോകെമിക്കൽ പ്രക്രിയയിലൂടെ പ്രതിപ്രവർത്തിക്കുന്നു. ഈ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായി വൈദ്യുതിയും വെള്ളവും മാത്രമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇവിടെ കാർബൺ ഡയോക്സൈഡോ മറ്റ് ഹാനികരമായ വാതകങ്ങളോ പുറന്തള്ളുന്നില്ല എന്നത് ഈ സാങ്കേതികവിദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ട്രെയിനുകളെ സീറോ എമിഷൻ ട്രെയിനുകൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ബാറ്ററികളിൽ ശേഖരിക്കുകയും ഈ വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിനിന്റെ ഇലക്ട്രിക് മോട്ടോറുകൾ പ്രവർത്തിക്കുകയും ട്രെയിൻ മുന്നോട്ട് ഓടുകയും ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജം പോലും പുനരുപയോഗിക്കാൻ കഴിയുന്ന റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനവും ഈ ട്രെയിനുകളിലുണ്ട്. അതായത് ഊർജം ഒരു തരത്തിലും പാഴാകുന്നില്ല. ഇത് ട്രെയിനിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ചെടുത്ത ഈ ഹൈഡ്രജൻ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഹൈഡ്രജൻ ട്രെയിനുകളിൽ ഒന്നാണ്. 1200 കുതിരശക്തി HP കരുത്തുള്ള എഞ്ചിനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. സാധാരണ ഹൈഡ്രജൻ ട്രെയിനുകൾക്ക് 600 മുതൽ 800 വരെ HP കരുത്തേ ഉണ്ടാകാറുള്ളൂ എന്നോർക്കണം. ഇത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് മികവിന്റെ ഒരു വലിയ തെളിവാണ്. ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ 110 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. നിലവിൽ ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടിലാണ് ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ പോകുന്നത്. പൈതൃക പാതകൾ ഉൾപ്പെടെയുള്ള റൂട്ടുകളിൽ ഡീസൽ ട്രെയിനുകൾക്ക് പകരമായി ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നത്. ഇത് നമ്മുടെ പൈതൃക കേന്ദ്രങ്ങളുടെ സൗന്ദര്യത്തിന് കോട്ടം വരുത്താതെ സംരക്ഷിക്കാൻ സഹായിക്കും. ഈ ഹൈഡ്രജൻ ട്രെയിനുകളുടെ ഏറ്റവും വലിയ നേട്ടം പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. ഡീസൽ ട്രെയിനുകൾ ഉണ്ടാക്കുന്ന വൻ മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. കാർബൺ പുറന്തള്ളൽ ഇല്ലാത്തതിനാൽ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഇത് വലിയ മുതൽക്കൂട്ടാകും. കൂടാതെ ഇറക്കുമതി ചെയ്യുന്ന ഡീസലിന്റെ അളവ് കുറക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഇത് സഹായകമാകും. എന്നാൽ ഈ സാങ്കേതികവിദ്യയ്ക്ക് ചില വെല്ലുവിളികളുമുണ്ട്. ഹൈഡ്രജൻ ഇന്ധനം സംഭരിക്കുന്നതും കൊണ്ടുപോകുന്നതും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് ഉയർന്ന സമ്മർദ്ദത്തിൽ സൂക്ഷിക്കേണ്ട ടാങ്കുകൾ ആവശ്യമാണ്. ഇതിന്റെ നിർമ്മാണ ചെലവും നിലവിൽ ഡീസൽ ട്രെയിനുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഒരു ട്രെയിനിന് ഏകദേശം 80 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ധനച്ചെലവ് കുറക്കുന്നതിലൂടെ ഇത് ലാഭകരമായി മാറുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സുരക്ഷാ കാര്യങ്ങളിലും വലിയ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഈ ഹൈഡ്രജൻ ട്രെയിനുകളുടെ ഓരോ ഘട്ടത്തിലും സുരക്ഷാ ഓഡിറ്റുകൾ നടത്തുന്നുണ്ട്. നിലവിലുള്ള റെയിൽവേ ട്രാക്കുകളിൽ തന്നെ ഈ ട്രെയിനുകൾക്ക് ഓടാൻ കഴിയും എന്നത് മറ്റൊരു വലിയ നേട്ടമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഒരു റൂട്ടിന് 70 കോടി രൂപയുടെ അധിക ചിലവ് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ട്രെയിനുകൾ വെറുമൊരു യാത്രാമാർഗം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ ഹരിത ഊർജ്ജ ഭാവിയിലേക്കുള്ള ഒരു യാത്രയുടെ പ്രതീകം കൂടിയാണ്. പരിസ്ഥിതി സൗഹൃദമായ ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ കൂട്ടായ ശ്രമങ്ങൾക്ക് കരുത്തേകുന്ന ഒരു വലിയ കാൽവെപ്പാണിത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുള്ളവർക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു അറിവ് നൽകാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം.